മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിക്കൊണ്ടു പറന്നു പോകാം, യേശു വരാറായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. യേശു വരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ യേശു വരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിക്കൊണ്ടു പറന്നു പോകാം, യേശു വരാറായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. കാലത്തെന്നതുപോൽ നോഹിൻ കാലം പോലെയുമാം യേശു വരും നാളിൽ. വിറ്റും നട്ടും തിന്നുകൂടി ചൊന്നുമറിയാതെ നമ്മൾ പാർത്തിടുന്നു പാരിൽ. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. വരുന്നു വേഗം യേശുരാജൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർക്കാൻ വാനമധ്യത്തിങ്കൽ. മണവാട്ടി തൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാനായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. കാലമില്ല കാലമില്ല യേശു വരാൻ നേരമായി. യേശു വരാറായി, യേശു വരാറായി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 25-ാം വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിൻ്റെ അടുക്കലെത്തി. അവനോട്, യോസേപ്പ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസേപ്പ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. യോസേപ്പ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. കരുണയുള്ള കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപയാൽ ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തർക്കും വീണ്ടും ചൈതന്യം ലഭിക്കണമേ എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ചൈതന്യം നഷ്ടപ്പെട്ടു പോയവർ ഇവിടെ ഇരിപ്പുണ്ടാകും. ചൈതന്യം കൈമോശം വന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. ചൈതന്യമില്ലാതെ നിർജീവരായി ജീവശവമായി കഴിഞ്ഞുകൂടുന്നവർ കാണും. നിരാശ മുറ്റിയ ജീവിതത്തിൽ
ആശ തകർന്നു പോയവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർ, നിരന്തരം തോൽവി അടഞ്ഞവർ ഈ വാക്കുകളെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. ഒരല്പം പോലും മുന്നേറ്റം കിട്ടാതെ ജീവിതം വിരസമായും മടുത്തും, ജീവിതമാകെ മരവിച്ചും തണുത്തും, ജീവിതം നിരാശാഭരിതമായും തകർന്നും കഴിഞ്ഞുകൂടുന്നവർ പക്ഷേ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. കരുണയുള്ള കർത്താവ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ സ്വർഗീയ ചൈതന്യം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിരാശകൾ മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തു ശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ, പുതുനാമ്പുകൾ കിളിർപ്പിച്ചു തരുവാൻ കർത്താവായ യേശു ശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉന്മേഷം പകരുവാൻ കർത്താവായ യേശു ശക്തനാണ്. ജീവനുള്ള ദൈവം എന്നും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചൈതന്യം നൽകുന്നവനാണ്. ചൈതന്യം നൽകുന്നവൻ. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. എത്രയോ അവസരങ്ങളിൽ ജീവിതമാകെ മടുത്തുപോയ ഒരു ദൈവപുരുഷനാണ് യാക്കോബ്. ഒന്നല്ല, പല പ്രാവശ്യം ആകെ തകർന്നു പോയിരുന്നു. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന്, അമ്മയുടെ കാൽച്ചുവട്ടിൽ നിന്ന്, ആ യൗവന ആരംഭത്തിൽ തന്നെ പുറപ്പെട്ട അന്ന് തുടങ്ങിയ നിരാശാകരമായ സാഹചര്യങ്ങൾ എത്രമാത്രം പാരിൽ പരദേശിയായ യാക്കോബിനെ തളർത്തി, എത്രമാത്രം ദുഃഖഭൂയിഷ്ടമായ അനുഭവങ്ങളിലൂടെ യാക്കോബിനെ കൊണ്ടുപോയി. യാക്കോബ് ഇപ്പോൾ വീണ്ടും ചൈതന്യം പ്രാപിക്കുകയാണ്. കടുത്ത ദുരിതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. കൊടിയ യാതനകളെ നേരിടേണ്ടി വന്നു. ആപത്തുകളുണ്ടായി, ഒറ്റപ്പെടുത്തലുകളുണ്ടായി, കുറ്റപ്പെടുത്തലുകളുണ്ടായി, അവഗണനകൾ നേരിടേണ്ടി വന്നു. മറ്റുള്ളവർ പലപ്പോഴും തഴഞ്ഞു. സ്വന്തം അമ്മ പറഞ്ഞു വിട്ടത്, മോനെ ജീവനോടിരിക്കണമെങ്കിൽ നീ ദൂരദേശത്തേക്ക് അമ്മാവിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോക എന്നാണ്. റിബേക്ക ഇത് പറഞ്ഞ് യാക്കോബിനെ പറഞ്ഞു വിടുമ്പോൾ റിബേക്കയുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്, കരയുന്നുണ്ട്, വിതുമ്പുന്നുണ്ട്. ഈ മകനെ ഇനി കാണുമോ എന്ന് വാസ്തവത്തിൽ റിബേക്ക ഭയപ്പെടുന്നുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, റിബേക്ക ഭയന്നതുപോലെ പിന്നെ യാക്കോബിനെ റിബേക്ക ഈ ഭൂമിയിൽ വെച്ച് കണ്ടില്ല. കാരണം യാക്കോബ് വർഷങ്ങൾക്ക് ശേഷം തിരികെ വരുമ്പോഴേക്കും റിബേക്ക മരിച്ചു പോയിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് തിരികെ വന്നപ്പോഴേക്കും റിബേക്ക അക്കരെ ദേശത്തേക്ക് പറന്നു പോയിരുന്നു. യാക്കോബിന് താങ്ങാനാവാത്ത ദുരിതങ്ങളാണ് വന്നത്. അനേകം അവസരങ്ങളിൽ തനിക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെടുകയും അത് മറ്റുള്ളവർ അപഹരിക്കുകയും ചെയ്തതായ അനുഭവങ്ങൾ യാക്കോബിനെ നേരിടേണ്ടി വന്നു. അമ്മാവനായ ലാബാൻ അമ്മായപ്പനാണ്, അമ്മാവനുമാണ്. പക്ഷേ യാക്കോബിൻ്റെ അനുഗ്രഹം പലവട്ടം മാറ്റിക്കളഞ്ഞു. യാക്കോബിന് കിട്ടേണ്ടതായ നന്മകൾ പലവട്ടം മാറ്റിക്കളഞ്ഞു. എന്നാൽ ഈ യാക്കോബ് ഒരവസരത്തിൽ ഇരുന്ന് പറയുന്നുണ്ട്, എനിക്കെല്ലാം പ്രതികൂലമായി പോയല്ലോ എന്ന്. ഇപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്നാണ് നാം ഈ തിരുവചന ഭാഗത്ത് വായിക്കുന്നത്. യോസേപ്പ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ യാക്കോബിനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യൗസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു, യാക്കോബ് പറഞ്ഞു. സ്നേഹിതരെ, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏതാനും വർഷം മുൻപ്, കൃത്യം പറഞ്ഞാൽ 20 വർഷത്തിലേറെ മുൻപ് യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് ഒരു ദിവസം കണ്ടത്, യാക്കോബിൻ്റെ മക്കൾ 10 പേര് ഒരു വസ്ത്രം, അത് മറ്റാരുടെയുമല്ല, യൗസേപ്പിൻ്റെ വസ്ത്രം, യാക്കോബിൻ്റെ ആ പ്രിയ മകനായ യൗസേപ്പിൻ്റെ വസ്ത്രം, മേലങ്കി ചോരയിൽ മുങ്ങിയത്, ചോര പെരണ്ടത് കൊണ്ടുവന്ന് കാണിച്ചതാണ്. നാം വായിക്കുന്നുണ്ട്, ആ അങ്കി കാണിച്ചിട്ട് അവർ പറഞ്ഞു, അപ്പ ഞങ്ങൾക്ക് ഈ നിലയങ്കിയാണ് കിട്ടിയത്, ഇത് ഞങ്ങൾക്ക് കിട്ടി, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 32-ാം വാക്യത്തിലാണത് നാം വായിക്കുന്നത്. യാക്കോബ് അത് തിരിച്ചറിഞ്ഞു, യൗസേപ്പിൻ്റെ അങ്കിയാണെന്ന് അറിഞ്ഞു. ചോര വരേണ്ട അങ്കി, ഇതാണ് ഞങ്ങൾക്ക് കാട്ടിൽ കിടന്ന് കിട്ടിയത് എന്ന് അവർ കളവ് പറഞ്ഞപ്പോൾ പാവം അപ്പനായ യാക്കോബ് അത് വിശ്വസിച്ചു പോയി. യാക്കോബ് പറയുകയാണ്, ഒരു ദുഷ്ടമൃഗം എൻ്റെ മകനെ തിന്നുകളഞ്ഞു, യൗസേപ്പിനെ പറിച്ച് കീറിപ്പോയി, ഇത് എൻ്റെ മകൻ്റെ അങ്കി തന്നെ
എന്ന് പറഞ്ഞ് യാക്കോബ് ഉച്ചത്തിൽ കരയുകയാണ്. വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് യാക്കോബ് പിന്നെയും പറയുകയാണ്, ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്, വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബ് പറയുകയാണ്, എനിക്ക് എല്ലാം പ്രതികൂലം തന്നെ. യാക്കോബ് ഇങ്ങനെയാണ് പറയുന്നത്, അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിലിറങ്ങും എന്ന് പറഞ്ഞു. ഞാൻ ദുഃഖത്തോടെ മരിച്ചു പോകേണ്ടി വരുമെന്ന്. എൻ്റെ മരണം വരെ ഇനി ദുഃഖമേ ഉള്ളൂ. ഇനി എനിക്ക് ആശ്വാസ കാലങ്ങളില്ല, ഇനി എനിക്ക് സന്തോഷകാലങ്ങളില്ല, ഇനി എനിക്ക് സമാധാന കാലങ്ങളില്ല. എൻ്റെ ജീവിതം അസ്തമിച്ചു, എൻ്റെ ജീവിത ശാന്തി തീർന്നു, എൻ്റെ ജീവിത സന്തോഷം അവസാനിച്ചു. സ്നേഹിതരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ഇനി എനിക്കുണ്ടോ സന്തോഷം കിട്ടാൻ പോകുന്നു? ഇനി എനിക്കുണ്ടോ ഒരു ചൈതന്യം കിട്ടാൻ പോകുന്നു? ഇനിയുണ്ടോ എനിക്കൊരു നല്ല ഭാവി കിട്ടാൻ പോകുന്നു? എൻ്റെ ആയുസ് തീർന്നില്ലേ? എൻ്റെ ഭാവി ഇരുളടഞ്ഞില്ലേ? എൻ്റെ പ്രതീക്ഷകളെല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയില്ലേ? എൻ്റെ മോഹനമായ പ്രതീക്ഷകൾ, എൻ്റെ മോഹന സ്വപ്നങ്ങൾ എല്ലാം കരിഞ്ഞുണങ്ങിയില്ലേ? വാടിക്കൊഴിഞ്ഞില്ലേ? ഇനിയുണ്ടോ എനിക്കൊരു നല്ല കാലം എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പക്ഷേ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. യാക്കോബ് അങ്ങനെ ചിന്തിച്ചതാണ്. ഞാൻ എൻ്റെ മകൻ്റെ അടുക്കൽ ദുഃഖത്തോടെ ഞാൻ എൻ്റെ മകൻ്റെ അരികിലേക്ക് മരണം വഴിയായി കടന്നു പോകും എന്നാണ് യാക്കോബ് പറയുന്നത്. യൗസേപ്പ് മരിച്ചുപോയി എന്ന് ധരിച്ച്. കാലങ്ങൾ പിന്നെയും പോയി. 20 വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് മക്കളെ അവിടെ മിസ്രയീമിൽ ധാന്യം സംഭരിക്കാനായിട്ട് പറഞ്ഞു വിട്ട് മക്കൾ വന്നപ്പോൾ അവരിൽ ശിമിയോൻ ഇല്ല എന്ന് കണ്ടപ്പോൾ യാക്കോബ് പിന്നെയും കരയുകയാണ്. ബെന്യാമീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും യാക്കോബ് കരയുകയാണ്. ഇനിയും ധാന്യം കൊള്ളാൻ ചെല്ലണമെങ്കിൽ ബെന്യാമീനെ കൊണ്ടുചെല്ലണം, ശിമയോനെ ബന്ധിച്ചിരിക്കുകയാണ് എന്ന് കേട്ടപ്പോഴും യാക്കോബ് കരയുകയാണ്. യാക്കോബ് ഏങ്ങലടിച്ചുകൊണ്ട് അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യാക്കോബ് പറയുകയാണ്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസേപ്പ് ഇല്ല, ശിമയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞ് ആ പാവം യാക്കോബ് കരയുകയാണ്. ജീവിതം കരച്ചിൽ മാത്രമായി വരണ്ടുണങ്ങിയ ഊഷരമായ അനുഭവങ്ങളിൽ വലയുന്നവരാരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന് വകയുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ. സ്നേഹവാനായ ഒരു ദൈവമുണ്ട്, കാരുണ്യവാനായ ഒരു ദൈവമുണ്ട്, നിങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സന്ദർഭങ്ങൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ മുഖം മറച്ച് കളയുന്നവനല്ല. യാതനകളും വേദനകളും വരുമ്പോൾ മറന്നു പോകുന്നവനല്ല, മറഞ്ഞു പോകുന്നവനല്ല. ആ സ്നേഹനിധിയായ ദൈവം എല്ലാം കണ്ടുകൊണ്ട് ശാന്തനായി അക്ഷോഭ്യനായി ഇതാ നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തക്ക സമയം വരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ആനന്ദത്തിൻ്റെ പുതുചൈതന്യം പകരുവാൻ, നവജീവൻ നിങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് കൊതി പൂണ്ട് നിൽക്കുകയാണ്, ആർത്തി പൂണ്ട് നിൽക്കുകയാണ്, ആവരോടെ നിൽക്കുകയാണ്. ഒന്നേ വേണ്ടൂ, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മകനെ നിന്റെ ജീവിതം നീ ഏൽപ്പിച്ചു കൊടുക്കൂ. സഹോദരി, നിന്റെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കൂ. ആശ്വാസദായകൻ നിനക്കിനിയും നല്ല കാലങ്ങൾ തരും. ഇനിയും ആനന്ദ ഐശ്വര്യമെഴുന്ന മാസാബ്ദങ്ങളെ നിനക്ക് തരും. നാളും മാസവും ആണ്ടും പാവപ്പാഴികളിൽ പോക്കിയെങ്കിലും, പാപത്തിൻ്റെ പാഴിരുളിൽ കാലങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിലും ഇനിയും ജീവധ്വനി നിന്നെ കേൾപ്പിക്കുന്നത്, ജീവവചനം നിന്നെ കേൾപ്പിക്കുന്നത് നിന്റെ കണ്ണു തെളിയാനാണ്, ഇനിയും ആനന്ദം നൽകാനാണ്, ഇനിയും ചൈതന്യം പകരാനാണ്. എന്താണ് നാം കാണുന്നത്? ഈ മക്കൾ അവർ തിരികെ വരികയാണ്. നോക്കി, യാക്കോബ് കൗതുകത്തോട് നോക്കി. എല്ലാവരും ഉണ്ടോ? ഉണ്ട്, ഭാഗ്യം. ശിമയോനുണ്ട്, ബെന്യാമീനും ഉണ്ട്. എത്ര ദിവസമായി ശിമയോനെ കണ്ടിട്ട്? എത്ര മാസമായി ശിമയോനെ കണ്ടിട്ട്? ശിമയോനുണ്ട്. കഴിഞ്ഞ ദിവസം, അയ്യോ ഇനി എൻ്റെ മോൻ ബെന്യാമീനെ ഇനി ഞാൻ കാണുമോ? സങ്കടത്തോടെ വിതുമ്പിക്കൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു വിട്ട ആ ബെന്യാമീനും ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, 11 പേരും ഉണ്ട്. യാക്കോബിന് 20 വർഷം മുൻപുള്ള സംഭവങ്ങളെല്ലാം മനസ്സിലുണ്ട്. 13 വർഷം കാരാഗ്രഹത്തിൽ കിടന്നു എന്ന് യാക്കോബിന് അറിഞ്ഞുകൂടാ യൗസേപ്പിനെ കുറിച്ച്. പക്ഷേ 13 വർഷം കഴിഞ്ഞ് പിന്നെ 7 വർഷവും കൂടി കഴിഞ്ഞ് 20 വർഷമായി യൗസേപ്പിനെ കണ്ടിട്ട്. യൗസേപ്പ് മരിച്ചുപോയി എന്ന് നല്ല ഉറപ്പാണ്, ഏതോ കാട്ടുമൃഗം തിന്നുകളഞ്ഞു എന്ന് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന യാക്കോബ് ഈ മക്കൾ 11 പേരും ആരോഗ്യത്തോടെ ആയുസ്സോടെ തിരിച്ചു വന്നപ്പോൾ സന്തോഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, അപ്പ യൗസേപ്പ് ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്. കാട്ടുമൃഗം തിന്നുകളഞ്ഞുവെന്ന് നാം എല്ലാവരും ധരിച്ച ആ യൗസേപ്പ് ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്.
ഞങ്ങൾ അവനെ നേരിട്ട് കണ്ടിട്ടാണ് വരുന്നത്. അവൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടാണ് വരുന്നത്. അവൻ പഴയ യൗസേപ്പല്ല കേട്ടോ. അവനങ്ങ് വളർന്നു പോയി, അവനങ്ങ് ഉയർന്നു പോയി. ഈ 20 വർഷം കൊണ്ട് അപ്പം നാം ആരും കണ്ടാൽ അവനെ തിരിച്ചറിയില്ല. എന്തോ ഒരു പ്രൗഢി, എന്തോ ഒരു ആഭിജാത്യം, എന്തോ ഒരു തറവാടിത്വം, എന്തൊരു മുഖശ്രീ, എന്തോ ഒരു ഐശ്വര്യം, അവൻ്റെ മുഖത്തെന്തോ ഒരു പ്രൗഢഗംഭീര ഭാവം. എന്ത് മനോഹരമാണ്! അവൻ്റെ കൊട്ടാരം ഞങ്ങൾ കണ്ടു, അവൻ്റെ വീട് ഞങ്ങൾ കണ്ടു, അവൻ്റെ ഊണുമേശയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. എന്ത് വിഭവ സമൃദ്ധി, എന്ത് ഐശ്വര്യത്തിലാണ് അവൻ കഴിയുന്നത്. അപ്പോൾ യൗസേപ്പ് ജീവനോടുകൂടി ഇരിക്കുന്നു. ഇത് കേട്ടപ്പോൾ യാക്കോബ് കണ്ണ് മിഴിച്ച് അങ്ങനെ നോക്കി ഇരിക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നത്? ഞാൻ സ്വപ്നം കാണുകയാണോ? 20 വർഷം മുമ്പ് ഏതോ കാട്ടുമൃഗം തിന്നുപോയ മകൻ്റെ കാര്യമായി പറയുന്നത്. ഞാൻ സ്വപ്നം കാണുകയാണോ? ഇവരെന്താ ഈ പറയുന്നത്? എൻ്റെ മക്കളല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഈ മക്കളല്ലേ ഈ പറയുന്നത്? എൻ്റെ മക്കൾ തന്നെയോ? അതോ ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു? യാക്കോബ് എന്തെല്ലാമോ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പ്രിയ സഹോദര, ഞാൻ നിന്നോട് പറയട്ടെ, സ്വപ്നം കാണുന്നത് പോലെ മധുരക്കിനാക്കളല്ല, മധുര അനുഭവങ്ങൾ നിനക്ക് തരാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിനക്ക് തോന്നും സ്വപ്നമാണെന്ന്, ഇതെല്ലാം വെറും പകൽക്കിനാവുകളാണെന്ന്, ഇതെല്ലാം വെറും തോന്നലുകളാണെന്ന്, ഊഹാപോഹങ്ങളാണെന്ന്. എല്ലാം സജീവ യാഥാർത്ഥ്യങ്ങളായി നീ അനുഭവിക്കുമ്പോൾ നീ ഓർക്കും, ഒരു ദൈവം നല്ലവനാണ്, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എൻ്റെ കണ്ണുനീരിനെ സന്തോഷത്തിൻ്റെ ആർപ്പും ആരവാരവും ആഘോഷവുമാക്കി മാറ്റിത്തരുന്ന ഒരു നല്ല ദൈവം ഉണ്ടല്ലോ എന്ന് സ്നേഹിത നീ ഓർക്കും. നീ ദൈവത്തെ മതിമറന്ന ആനന്ദത്തോടെ, ആരവാരത്തോടെ, ആഘോഷത്തോടെ സ്തുതിക്കാൻ തുടങ്ങും. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ആരാധനയുടെ സൗഭാഗ്യം. സ്നേഹിതരെ, എന്താണ് നാം കാണുന്നത്? യാക്കോബ് ശ്രദ്ധയോടെ കേട്ടു. അപ്പോൾ അവർ പറയുകയാണ്, മക്കൾ പറയുകയാണ്, ഇതാണ് പറഞ്ഞത്, യൗസേപ്പ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു. ആ പൗരാണിക കാലത്ത്, ആ പുരാതന കാലത്ത് ലോകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ് മിസ്രയീം, ഈജിപ്റ്റ്. സംസ്കാരത്തിൻ്റെ ബഹുമതി നേടിയ, സംസ്കാരത്തിൻ്റെ ഔന്നത്യം നേടിയ, സംസ്കാരത്തിൻ്റെ ഉദാത്തത നേടിയ ഒരു പ്രദേശമാണ് അന്ന് ഈജിപ്റ്റ്. ആ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മണിമകുടം ചാർത്തുന്ന ഫറോ രാജാവിനൊപ്പം വാഴുന്ന അധിപതിയായി യൗസേപ്പ് മിസ്രയീമിൽ കഴിയുന്നു എന്ന് യാക്കോബ് കേൾക്കുകയാണ്. എന്താണ് നാം കാണുന്നത്? യൗസേപ്പ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി, അനക്കമറ്റിരുന്നു പോയി. എന്താണ് ഞാൻ കേൾക്കുന്നത്? സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. യോസേപ്പ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും ഓരോനോട് പറഞ്ഞു. യൗസേപ്പ് പറഞ്ഞത്, അപ്പനെ കൂട്ടിക്കൊണ്ടുവരണം, അപ്പൻ എൻ്റെ വീട്ടിലൊന്ന് താമസിക്കണം, അപ്പൻ ഇനി അവിടെ കനാൻ ദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കേണ്ട, ഇവിടെ എല്ലാവരും കൂടി നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ ധാരാളം വസ്തുവകകളുണ്ട്, ഇവിടെ എനിക്ക് ധാരാളം അധികാരങ്ങളുണ്ട്, ഇവിടെ എനിക്ക് ധാരാളം പൂന്തോപ്പുകളുണ്ട്, ഇവിടെ എനിക്ക് അനേകം മുന്തിരിത്തോപ്പുകളുണ്ട്, ഇവിടെ എനിക്ക് അനേകം ഒലിവ് തോട്ടങ്ങളുണ്ട്, ഇവിടെ എനിക്ക് സർവ്വ ആധിപത്യമുണ്ട്, ഇവിടെ നല്ലൊന്നാന്തരം കൊട്ടാര കെട്ടുകളുണ്ട്, ഇവിടെ അരമനകളും അന്തപ്പുരങ്ങളുമുണ്ട്, എല്ലാവർക്കും പാർക്കാം. ഇതുവരെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മറവികൾ എല്ലാം മാറാ കയത്തിലേക്ക് നീങ്ങട്ടെ, വരൂ, നിങ്ങൾ എല്ലാവരും വരൂ എന്ന് എല്ലാം പറഞ്ഞ് ആനന്ദകരമായ വാക്കുകൾ പറഞ്ഞാണ് യൗസേപ്പ് ഞങ്ങളെ വിട്ടത്. ഇതെല്ലാം കേൾക്കുമ്പോഴും യാക്കോബ് വിശ്വസിക്കുന്നില്ല. എന്നാൽ തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യൗസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുൻപേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവജനമേ, യാക്കോബ് നോക്കി, മുറ്റം നിറയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ രഥങ്ങൾ, ഇതുവരെ ആ കനാൻ ദേശത്ത് എത്തിയിട്ടില്ലാത്ത വളരെ ആഡംബര വിഭൂഷിതമായ അത്യന്തം തേജസ്സേറിയ കുറേയേറെ രഥങ്ങൾ വന്ന് മുറ്റത്തെല്ലാം അണിനിര നിൽക്കുന്നു. ഈ രഥങ്ങൾ യാക്കോബ് കണ്ടിട്ടേയില്ല, കനാൻ ദേശത്തെങ്ങുമില്ല. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായ സുന്ദരങ്ങളായ അത്യന്തം മഹിമയേറിയ ചില രഥങ്ങളാണ് വന്ന് ഈ പാവം യാക്കോബിൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഫറോ രാജാവിൻ്റെ പ്രത്യേക മുദ്രയുള്ള അധികാര ചിഹ്നമുള്ള രഥങ്ങൾ വന്ന് നിൽക്കുന്നു. യാക്കോബ്
അമ്പരപ്പോടെ അന്തം വിട്ട് നോക്കി നിന്നു. ഏതാണിത്? മിസ്രയീമിൻ്റെ മുദ്രയുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയും അവിടുത്തെ ഔന്നത്യത്തിൻ്റെയും എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. എല്ലാം മനോഹരമായ രഥങ്ങൾ. യാക്കോബ് നോക്കി രഥങ്ങൾ കണ്ടു. മക്കൾ പറഞ്ഞു, അപ്പാ ഞങ്ങൾ പറഞ്ഞത് അപ്പന് വിശ്വാസമാകുന്നില്ലല്ലേ? കാണുക ഈ രഥങ്ങൾ. ഇത് അപ്പൻ്റെ മകൻ, ഞങ്ങളുടെ സഹോദരൻ ആ യൗസേപ്പ് തന്നയച്ചതാണ് അപ്പനെ കൂട്ടിക്കൊണ്ടു പോകാൻ. ഈ രഥത്തിൽ കയറി അപ്പൻ പോകുന്നത്. ഞങ്ങൾ പോയതുപോലെ നടന്നും കഴുതയുടെ പുറത്ത് കയറിയും ഞങ്ങൾ ചുമട് ചുവന്നും പോയതുപോലെയൊന്നും അപ്പൻ പോകണ്ട. അപ്പൻ ശരിക്കും രഥത്തിൽ കയറി നല്ല ആരവാരത്തോടെ ആഡംബരത്തോടെ തന്നെ ചെല്ലണമെന്ന് യൗസേപ്പ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. രഥങ്ങൾ കണ്ടില്ലേ? നാം വായിക്കുന്നു, തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ദൈവജനമേ, ആരാണ് ഈ യൗസേപ്പ് പ്രതിനിധാനം ചെയ്യുന്നത്? ആരെയാണ് യൗസേപ്പ് ദൃഷ്ടാന്തീകരിക്കുന്നത്? ആരാണ് യൗസേപ്പ്? കർത്താവായ യേശുവിൻ്റെ നിഴലാണ്. ദൈവ പൈതലേ, നിനക്ക് ചൈതന്യം ലഭിക്കും യേശു തരുന്ന രഥങ്ങളെ കാണുമ്പോൾ. ഏതാണ് ഈ രഥങ്ങൾ? യേശു അയക്കുന്നതായ രഥങ്ങൾ ഏതാണ്? നിത്യനായ ദൈവപുത്രൻ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ദൈവപുത്രൻ അവിടുന്ന് നമുക്ക് വേണ്ടി അയക്കുന്ന രഥങ്ങൾ എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുന്ന് നമുക്ക് വേണ്ടി രഥങ്ങൾ അയക്കുകയാണ്. എന്നും നമ്മുടെ അരികിലേക്ക് അവൻ രഥങ്ങൾ അയക്കുകയാണ്. സ്തുതിയുടെ തേരുകൾ നമ്മുടെ നേരെ അവൻ അയച്ചു തരികയാണ്. നമുക്കൊരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത സ്തുതികൾ, ആനന്ദത്തിൻ്റെ ആരാധനകൾ, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനുള്ള യോഗ്യത അവനങ്ങ് അയച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, രഥത്തിൽ നാം കയറിയിട്ടില്ല, ഈ തേര് നാം കണ്ടിട്ടില്ല. പിതാക്കന്മാർ ആരാധിച്ചിട്ടുണ്ട്, പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി, ഹല്ലേലൂയ എന്ന് അട്ടഹസിച്ച് പറയണമെന്ന് പിതാക്കന്മാർ അനുശാസിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് എന്താണ് ഈ രഥം? എന്താണ് ഈ തേര്? തേരിൻ്റെ പൊരുൾ എന്താണ്? രഥത്തിൻ്റെ അർത്ഥം എന്താണ്? രഥത്തിൻ്റെ ആവശ്യകത എന്താണ്? രഥത്തിൻ്റെ പ്രസക്തി എന്താണ്? ആരും ചിന്തിക്കാറില്ല. സ്നേഹിതരെ, കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് ചെല്ലണമെങ്കിൽ സ്തുതിയുടെ തേരിൽ നിങ്ങൾ യാത്ര ചെയ്യണം. യേശുവിൻ്റെ സമീപത്തേക്ക് നിങ്ങൾ ചെല്ലണമെങ്കിൽ സ്തുതി നിങ്ങൾ സ്വന്തമാക്കണം, സ്തോത്രം നിങ്ങൾക്ക് സ്വന്തമാക്കണം, ആരാധന നിങ്ങൾക്ക് കരഗതമാക്കണം, ആരാധന നിങ്ങളുടെ കൈമുതലാക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്തുതിയുണ്ടോ? സന്തോഷത്തിൻ്റെ സ്തോത്ര സ്വരമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? നിങ്ങൾ പറയും, എങ്ങനെ സന്തോഷിക്കാൻ? എന്നും ദുരിതം, എന്നും രോഗം, എന്നും ആപത്ത്, എന്നും പൈസയ്ക്ക് ഞെരുക്കം, ഒരിക്കലും കടം തീരുന്നില്ല, കടം കൂടിക്കൂടി വരുന്നു. പിന്നെ എന്ത് സന്തോഷമാണ്? ഇങ്ങനെ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷം? എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറയും, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ കാലത്ത് നമുക്ക് കഷ്ടമുണ്ട്, ഇവിടെ നമുക്ക് ദുരിതമുണ്ട്, ഇവിടെ നമുക്ക് വേദനകളുണ്ട്, ഇവിടെ നമുക്ക് വലിയ വലിയ ആപത്തുകളുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. മകനെ, നിന്റെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് കൊടുക്കുമോ? മകളെ, നിന്റെ ജീവിതം ക്രിസ്തുവിനായി നീ ഒന്ന് സമർപ്പിക്കുമോ? നിന്റെ പാപം നിറഞ്ഞതായ ജീവിതം, അഴുക്ക് മുറ്റിയതായ ജീവിതം, തിന്മയും ദുഷ്ടതയും ക്രൂരതയും എല്ലാവിധമായ വളവും എല്ലാവിധമായ വഞ്ചനയും ചതിവും എല്ലാ തരത്തിലുള്ളതായ ഹീനമായ മ്ലേച്ഛമായ മോഹങ്ങളും അരുതായികകളും ഉള്ളതായ നിന്റെ ജീവിതം പരിശുദ്ധനായ അവൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ദൈവവൈദ്യലേ നീ ഒന്ന് കൊടുക്കുമോ? കർത്താവേ, ഇതുവരെയും പാപത്തിൻ്റെ മലീമസമായ ജീവിതമാണ് ഞാൻ നയിച്ചത്. എനിക്കിന്ന് ചൈതന്യം വേണം. എൻ്റെ ചൈതന്യം കെട്ടുപോയിരിക്കുകയാണ്. പാപത്തിൽ ഞാൻ ആണ്ടുപോയി, പാപപ്രവൃത്തികളിൽ ഞാൻ മുഴുകിപ്പോയി, പാപത്തിൻ്റെ രസത്തിൽ ഞാൻ ആനന്ദിച്ചു പോയി. നിമിഷ നേരത്തെ രസത്തിനും സുഖത്തിനും വേണ്ടി നിത്യ മഹിമയും നിത്യ തേജസ്സും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, എനിക്ക് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിന്നോടൊന്നേ യാചിക്കാനുള്ളൂ. എൻ്റെ ജീവിതത്തിലെ പാപക്കറകൾ പോക്കുവാൻ നീ കുരിശിൽ ചൊരിഞ്ഞ രക്തം എൻ്റെ മേലിപ്പോൾ തളിക്കണമേ. നിന്റെ തിരുരക്തം
തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്തിന്റെ അടയാളം എനിക്ക് തരണമേ, തിരുരക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ, തിരുരക്തത്തിന്റെ ശക്തിയാൽ എന്നെ നീ നിറയ്ക്കണമേ, തിരുരക്തത്തിന്റെ അത്ഭുത കറവ എൻ്റെ മേൽ പകരണമേ. ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ സ്വർഗീയ രാജാധിരാജ, നിന്റെ തിരുരക്തം എന്നെ വന്ന് പൊതിയണമേ, തിരുരക്തത്തിന്റെ മുദ്ര എൻ്റെ നെറ്റിയിൽ വന്ന് പതിയണമേ. നാഥാ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ സകല പാപക്കറകളും കഴുകി തേജോമയമായ അനന്തകോടി സൗഭാഗ്യ ശ്രേയസ്സാർന്ന ആ സ്വർഗീയ ജീവിതത്തിലേക്ക്, നിത്യജീവിത സോപാനങ്ങളിലേക്ക് എന്നെ നീ കരേറ്റണമേ. ദൈവവൈതലേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവവൈതലേ, ഇത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയമാക്കൂ. വീണ്ടും ചൈതന്യം ലഭിക്കും. യാക്കോവിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ യൗസേപ്പ് രഥങ്ങളെ അയച്ചു. യാക്കോബ് അത് കണ്ടപ്പോൾ അവൻ വീണ്ടും ചൈതന്യം വന്നു. സ്തുതിക്കുന്ന ദൈവവൈതലിന്റെ ചൈതന്യം വരും. വെറും പേരിനുള്ള സ്തുതിയല്ല, വെറുതെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതല്ല, വെറുതെ ഹല്ലേലൂയ എന്ന് വാക്കുകൊണ്ട് പറയുന്നതല്ല. ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അവരുടെ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അധര സേവയല്ല, ചുണ്ടുകൊണ്ടുള്ള മന്ത്രണങ്ങളല്ല, ചുണ്ടുകൊണ്ടുള്ള ജപങ്ങളല്ല, ചുണ്ടുകൊണ്ടുള്ള ചൊല്ലലുകളല്ല. എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നന്ദിയും സ്നേഹവും നിറഞ്ഞ് രാജാധിരാജനായ ക്രിസ്തുവിനോട് സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുന്നതായ സ്തുതിയുടെ പേര് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവവൈതലേ, നിനക്ക് നേടാൻ കഴിയുമോ? അവൻ നിന്നെ അനുഗ്രഹിക്കും, അവൻ നിന്നെ വാഴ്ത്തും, അവൻ നിന്നെ കരേറ്റും, അവൻ നിന്നെ സ്വർഗീയ സോപാനങ്ങളിലേക്ക് കരേറ്റും. നിനക്ക് വീണ്ടും ചൈതന്യം തരും. ചൈതന്യം തരുന്നൊരു ക്രിസ്തു ജീവിക്കുന്നു, സമാധാനം തരുന്നൊരു ക്രിസ്തു ജീവിക്കുന്നു, സന്തോഷം തരുന്നൊരു ക്രിസ്തു ജീവിക്കുന്നു. ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കരച്ചിൽ മാറ്റാനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം ചോദിച്ച ചോദ്യം, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്നാണ്. കരയുന്നവരുടെ കരച്ചിൽ മാറ്റാൻ അവനിതാ വന്നിരിക്കുന്നു. യേശു ക്രിസ്തു പോകാൻ നേരത്ത് ഇതാ ക്രൂശിലേക്ക് നീങ്ങുന്നതിന് മുൻപ് അവിടുന്ന് തന്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, ദുരിതമില്ലെന്ന് പറഞ്ഞില്ല, വേദനയും യാതനയും ഇല്ലെന്ന് പറഞ്ഞില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത്രേ അവൻ പറഞ്ഞത്. ദൈവ പൈതലേ, ലോകത്തെ ജയിച്ച ജയാളിയായ ക്രിസ്തുവിനെ നീ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങൂ. അവനോട് നീ വാക്ക് പറയൂ, ഉടയവനെ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക ജീവനുള്ള ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ നീ ഞങ്ങളെ പൊതിയണമേ, അവിടുത്തെ ആത്മാവ് ഞങ്ങൾ നിറയണമേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, അവിടുത്തെ വിശുദ്ധ സ്തുതി ഞങ്ങളുടെ നാവിന്മേൽ വരച്ചു തരണമേ. സ്തുതിയുടെ ആത്മാവിൽ നിന്നെ ആരാധിപ്പാൻ, സ്തോത്ര ഗീതങ്ങളാൽ നിന്നെ ആഘോഷത്തോടെ ആരാധിപ്പാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ ആണിപ്പാടലുകൾ ഞങ്ങളുടെ ശിരസിൽ വെക്കണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും കഷ്ടനഷ്ടങ്ങൾ മാറ്റി, രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വസിപ്പിക്കണമേ. ഭാരങ്ങളും ആകുലങ്ങളും മാറ്റി സന്തോഷിപ്പിക്കണമേ. നന്ദിയുള്ള ഒരു ഹൃദയം നൽകണമേ. നിത്യജീവന് വേണ്ടിയുള്ള വാഞ്ച നൽകണമേ. സ്വർഗത്തിന് വേണ്ടിയുള്ള ദാഹം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. അപ്പാ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.